എലി എടുത്തോണ്ട് പോകുന്ന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എലിക്ക് ഗോൾഡിന്റെ ഇന്നത്തെ വില അറിയില്ലല്ലേ? എക്സാക്ട്ലി, എലിക്ക് ഗോൾഡിന്റെ വില അറിയത്തില്ല. ഇവരെല്ലാരും എന്നെ കളിയാക്കുമായിരുന്നു. പക്ഷെ കിട്ടിയത് മാത്രമാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ്. എലി എടുത്തുകൊണ്ടുപോയ 1 പവനോളം തൂക്കമുള്ള സ്വർണ്ണ മോതിരം പ്രളയ സമയത്ത് തിരികെ കിട്ടി. പത്തനംതിട്ട തിരുവല്ല കുറ്റൂർ സ്വദേശിയായിട്ടുള്ള സുരേഷ് കുമാറിന്റെ ഭാര്യ പ്രിയ സുരേഷ് കുമാറിന്റെ സ്വർണ്ണ മോതിരമാണ് അപ്രതീക്ഷിതമായി പ്രളയ സമയത്ത് തിരികെ കിട്ടിയത്. ആ കുടുംബം തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഈ പ്രളയം കൊണ്ട് സാധാരണഗതിയിൽ എല്ലാവർക്കും നഷ്ടം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഈ ലാഭം ഉണ്ടായ വ്യക്തികളാണ് നിങ്ങൾ. എന്താണ് സംഭവിച്ചത്? ഒരു 1.5 മാസം മുമ്പേ നമ്മുടെ ഒരു പവനോളം വരുന്ന ഒരു സ്വർണ്ണ മോതിരം കാണാൻ പോയിരുന്നു. അത് ടേബിളിൽ വെച്ചിരുന്നതാണ്. എവിടെയാണ് പോയെന്നുള്ള വീട് മുഴുവൻ ഞങ്ങളെല്ലാം അന്വേഷിച്ചു. ഇവിടെ എങ്ങും കിട്ടിയില്ല. കിട്ടാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വെള്ളം കാലവർഷക്കെടുതിയിൽ ഇവിടെ എല്ലാം വെള്ളം കയറിയപ്പോൾ ഞങ്ങളുടെ മറ്റേ വീട്ടിലേക്ക് മറ്റ് സാധനങ്ങൾ പെട്ടെന്നുള്ള അത്യാവശ്യത്തിനുള്ള തുണിത്തരങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി ഷോൾഡർ ബാഗ് എടുക്കുമ്പോൾ, ഈ ഷേഡ് വെച്ചിരുന്ന ഷോൾഡർ ബാഗ് എടുത്തപ്പോൾ ഒരു എലി ആടിപ്പോന്നു. അപ്പോൾ എൻ്റെ മോളിൽ ചെന്ന് നോക്കുമ്പോൾ, ആദ്യം അതിനകത്ത് നോക്കുമ്പോൾ എലി ആടിപ്പോയി. അവിടെ നിന്ന് എടുത്ത് നോക്കുമ്പോൾ തൊപ്പിക്കകത്തുനിന്ന് ഈ പിസ്തായുടെ പീസും ഈ സ്വർണ്ണമോതിരവും ഈ മറ്റ് വേസ്റ്റുകളെല്ലാം കൊണ്ട് എലി വെച്ച് കൂട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കിട്ടി. വൈഫ് കഴിക്കാനായിട്ട് ഈ പിസ്തായും ബദാം പരിപ്പും ഒക്കെ അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇറക്കി ഉറുമ്പ് കയറിയപ്പം പുള്ളിക്കാരി ഇത് നിരത്തി വെച്ചിരുന്നു ടേബിൾ വെച്ച്. ഇതെല്ലാം എടുത്തുകൊണ്ട് എലി എടുത്തുകൊണ്ട് പോയി. ഈ എലിയുടെ കൂടിനകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളും തുണിത്തരങ്ങളും എല്ലാം വെച്ച് ഭദ്രമായിട്ട് ഇടയ്ക്ക് വെച്ചേക്കുമായിരുന്നു ഈ സാധനങ്ങളെല്ലാം. അങ്ങനെയാണ് അതിനകത്തുനിന്ന് ഈ മോതിരം കിട്ടിയത്. അതിനുള്ളിലാണ് ഈ മോതിരം ഉണ്ടായിരുന്നത്. അതിനുള്ളിലായിരുന്നു ഈ മോതിരം ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും പ്രളയത്തിൽ വലിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഒരു വശം, അതിനിടയിൽ ലാഭമുള്ള ഒരു കാര്യം ഉണ്ടായി. അതെ. അപ്പോൾ ഈ മോതിരത്തിന്റെ ഉടമ നമുക്കിപ്പോൾ ചേരുകയാണ്. ഞാൻ എന്തായാലും ഇത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ബെഡിലും എല്ലായിടത്തും ഞാൻ നോക്കാൻ പറ്റുന്ന അത്രത്തോളം നോക്കി, കിട്ടിയില്ല. മോള ബാഗ് എടുക്കുന്നു, ഈ പിസ്തയുടെ ഷെല്ല് ബദാം എല്ലാം കൂടെ താഴെ പോകുന്നു. അതിനകത്തുനിന്ന് ഒരു ഷൈനിങ് ആയിട്ടൊരു മെറ്റീരിയൽ കണ്ടപ്പോൾ ഇതെന്താ നോക്കുമ്പോൾ എൻ്റെ മോതിരമാണ്. കഴിഞ്ഞൊരു 30 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമുക്ക് കാണാതെ പോയി. പിന്നെ അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ്സിന് എനിക്ക് വേർഡ്സ് ഇല്ല പറയാൻ. ഒത്തിരി ഹാപ്പി, ഒത്തിരി സന്തോഷം. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഒരു മോതിരമാണ് എലി എടുത്തുകൊണ്ട് പോയത്. തീർച്ചയായിട്ടും. ഒരു പവനെന്ന് പറയുമ്പോൾ ഇപ്പം ഒരു 1,10,000. പിന്നെ എൻ്റെ ബർത്ത് സ്റ്റോൺ ആണ്. ബർത്ത് സ്റ്റോണ് നിയർലി 15,000. വിലയ്ക്ക് മേലെ അത്രയും വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കാണാതെ പോയി തിരിച്ച് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അതൊരു വേറൊരു സന്തോഷമാണ്. നമ്മുടെ ഒരു പോസിറ്റീവ് എനർജിയാണ് അത് കിട്ടിയത്. പ്രളയത്തിൽ ഒത്തിരി നഷ്ടം വന്നു, സാരമില്ല, ബാക്കിയെല്ലാം എടുക്കാം. ഇത് പക്ഷേ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ പ്രളയത്തിൽ നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? വീടിന് കേടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ? വീടിന് നല്ല കേടുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ കട്ടള ഭിത്തിയെല്ലാം പൊളിഞ്ഞു പോയി, പുട്ടിയെല്ലാം ഇളകിപ്പോയി, ഒത്തിരി നഷ്ടം സംഭവിച്ചു. നമ്മുടെ ഒരു ടി വി വെള്ളത്തിനിടയിൽ പോയി. നമ്മൾ പ്രതീക്ഷയില്ല അതിന് മേലെ വെള്ളം വരുമെന്ന്. അപ്പോൾ നമ്മൾ അതിലെ ഒരു ഹാഫ് പാർട്ട് വെള്ളത്തിലായി. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിവശം വെള്ളത്തിലായി. എൻ്റെ ഒരു വണ്ടി എനിക്ക് വെള്ളത്തിൽ കയറി. പക്ഷേ എന്ത് ചെയ്യാനാ, പോയത് പോയി. ഇനി ലൈഫ് ഹാസ് ടു ബി കണ്ടിന്യൂഡ്. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച അതിൻ്റെ ഒരു വിഷമത്തിലിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സന്തോഷം കൂടി ഈ പ്രളയത്തിലുണ്ടായത്. അതെ, ഒരുപാട് വിഷമം. മീൻസ് സാധനങ്ങൾ നഷ്ടപ്പെട്ടു, ശരി, സമ്മതിച്ചു. ഇത് കിട്ടും, എപ്പോഴെങ്കിലും കിട്ടും. അപ്പോൾ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ. മക്കളും തപ്പി. ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ മോതിരം കാണുന്നില്ല, തപ്പി നോക്കി, കിട്ടിയില്ല. നമ്മളൊരു ടൂർ പ്ലാൻ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളായിരുന്നു. ബിക്കോസ് ഹാറ്റിനകത്താണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൂർ പ്ലാൻ ചെയ്താൽ മാത്രമേ ആ ഹാറ്റ് എടുക്കത്തുള്ളൂ. എന്നാൽ അപ്പോഴേ ഈ സാധനം കിട്ടത്തുള്ളായിരുന്നേനെ. ഇനി അല്ലെങ്കിൽ എവിടുന്നും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോയി കിട്ടി. എന്തായാലും സംഭവം അവിടെ എപ്പോഴും എലി എടുത്തുകൊണ്ട് പോകുന്ന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എലി ഇത് എടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഊരി ടേബിളിൻ്റെ മേളിൽ വെക്കുന്നു, നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ അഗൈൻ പോകുമ്പോൾ ഇടുന്നു. അങ്ങനെയാണ് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എലി എടുത്തുകൊണ്ട് പോകുന്ന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എലിക്ക് ഗോൾഡിന്റെ ഇന്നത്തെ വില അറിയില്ലല്ലേ? എക്സാക്ട്ലി, എലിക്ക് ഗോൾഡിന്റെ വില അറിയത്തില്ല. ഇവരെല്ലാരും എന്നെ കളിയാക്കുമായിരുന്നു. പക്ഷെ എലി എടുത്തുകൊണ്ട് പോയി, സാധനം പോയി, കിട്ടിയത് മാത്രമാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ്. എന്താണെങ്കിലും പ്രളയത്തിൽ എല്ലാവർക്കും വലിയ നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിക്കുന്നത്. അതിനിടയിലാണ് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച കുടുംബത്തിന് തന്നെയാണ് മറുവശത്ത് കൂടി ഇത്തരത്തിലൊരു സന്തോഷകരമായ ഒരു അനുഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 1.5 മാസം മുൻപ് കാണാതെ പോയ 1 പവനോളം തൂക്കമുള്ള സ്വർണ്ണ മോതിരമാണ് ആ കുടുംബത്തിന് തിരികെ ലഭിച്ചിരിക്കുന്നത്. പത്തനംതിട്ട തിരുവല്ല കുറ്റൂറിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.